കഥ കേട്ട് എന്റെ കണ്ണുകൾ നിറഞ്ഞു പുഞ്ചിരിക്കുന്ന കണ്ണുകളുള്ള പുഞ്ചിരിക്കുന്ന മുഖം. നീ ഒരു യഥാർത്ഥ യോദ്ധാവാണ്, കഷ്ടപ്പാടുകളെ സഹിച്ച് സ്വപ്നങ്ങളിലേക്ക് നടന്ന ഒരു യോദ്ധാവ്. പുഞ്ചിരിക്കുന്ന കണ്ണുകളുള്ള പുഞ്ചിരിക്കുന്ന മുഖം. മുബാറക്, 29 വയസ്സുള്ള ഒരു യുവാവ്. കായംകുളത്തിന്റെ മണ്ണിൽ നിന്ന് ഉയർന്ന ഒരു കഥ. ആദ്യം നീ കോയമ്പത്തൂർ കമ്പനിയിൽ വർക്ക് ചെയ്തു, പക്ഷേ ശമ്പളം കുറവായിരുന്നു. റോയൽ ഫിൽറ്ററി കമ്പനിയിൽ ഡ്രൈവറായി വർക്ക് ചെയ്തു. പിന്നെ എസ്കെടി എന്ന കൊക്കക്കോള കമ്പനിയിൽ വർക്ക് ചെയ്തു. രാവും പകലും ഓടിയിട്ട് ശമ്പളം ഒഴുക്കാതെ വന്നപ്പോൾ നീ നാട്ടിലേക്ക് കയറി വന്നു. നീ ഒരു ഹെവി ഡ്രൈവറാണ്. നാട്ടിൽ വന്നു സ്വന്തമായിട്ട് ഒരു വണ്ടി എടുക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. നാട്ടിൽ കിടന്നു ഓടാൻ ആഗ്രഹിച്ചു വണ്ടിയെടുത്തു. ഓട്ടം ചില ദിവസങ്ങളിൽ ഇല്ലായിരുന്നു. അങ്ങനെ സ്വന്തമായി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അതാണ് ബിസിനസ്, സ്വന്തമായി തടിയെടുത്ത് മുറിച്ച് ഫാക്ടറിയുടെ കൊടുത്തുവിടുന്ന ഒരു ബിസിനസ്. ഇപ്പോൾ നിനക്ക് സ്വന്തമായി 2 കടകളും ബിസിനസ്സിൽ ഉന്നതങ്ങൾ എത്തണമെന്നാണ് എന്റെ ആഗ്രഹം. നാളെ ഒരു സമയത്ത് 100 പണിക്കാരുമായി നിൽക്കുന്ന ഒരു കാഴ്ച എനിക്ക് കാണാനാണ് നീ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. നിന്റെ പ്രണയത്തെക്കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് നിന്റെ വേദന മനസ്സിലായി. പുഞ്ചിരിക്കുന്ന കണ്ണുകളുള്ള പുഞ്ചിരിക്കുന്ന മുഖം. നീ ഒരുപാട് തോൽവികൾ ഏറ്റുവാങ്ങി, പക്ഷേ നീ തളർന്നില്ല. ഇതാണ് മുബാറക്കിന്റെ കഥ, ഒരു യഥാർത്ഥ യോദ്ധാവിന്റെ കഥ. പുഞ്ചിരിക്കുന്ന കണ്ണുകളുള്ള പുഞ്ചിരിക്കുന്ന മുഖം. മുബാറക്കിന്റെ ഉയർച്ച. കായംകുളത്തിന്റെ മണ്ണിൽ നിന്ന് ഉയർന്ന ഒരു യുവാവ് മുബാറക്. കഷ്ടപ്പാടുകളെ സഹിച്ച് സ്വപ്നങ്ങളിലേക്ക് നടന്ന ഒരു യോദ്ധാവ്. ഇപ്പോൾ നിനക്ക് സ്വന്തമായി 2 കടകളും ബിസിനസ്സിൽ ഉന്നതങ്ങൾ എത്തണമെന്നാണ് എന്റെ ആഗ്രഹം. നാളെ ഒരു സമയത്ത് 100 പണിക്കാരുമായി നിൽക്കുന്ന ഒരു കാഴ്ച എനിക്ക് കാണാനാണ് നീ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. നിന്റെ കഥ ഒരുപാട് പേർക്ക് പ്രചോദനമാണ്. പുഞ്ചിരിക്കുന്ന കണ്ണുകളുള്ള പുഞ്ചിരിക്കുന്ന മുഖം.